ഓരോ ദിവസവും നമ്മളുടെ ഫ്യൂച്ചർ സെൽഫിലോട്ടുള്ള ഓരോ സ്റ്റെപ്സാണ് അല്ലേ, പടിപടിയായിട്ട് നമ്മളുടെ ഫ്യൂച്ചറിലോട്ട് ഇങ്ങനെ പോവാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ പോകുന്ന ഫ്യൂച്ചർ അത് ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ തന്നെയാണോ, അതോ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ചു വെച്ച ഒരു ഫ്യൂച്ചറാണോ? ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോവാണ്. വാട്ട് ഡു യു റിയലി വാണ്ട് ഇൻ ലൈഫ്? നിങ്ങൾക്ക് ശരിക്കും ലൈഫിൽ എന്താണ് വേണ്ടത്? ലാസ്റ്റ് എപ്പിസോഡ് ശരിക്കും ഒരു ഡിസ്കവറി ഫേസ് ആയിരുന്നു അല്ലേ. നമ്മളുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്, നമ്മളുടെ ഐഡൻറ്റിറ്റി എന്താണ്, വാല്യൂസ് എന്തൊക്കെയാണ്, ഇതൊക്കെ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എപ്പിസോഡായിരുന്നു. പക്ഷേ അതൊക്കെ കണ്ടെത്തിയാൽ മാത്രം മതിയോ? പോരാ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു അടിപൊളി കോമ്പസ് ഉണ്ട്, പക്ഷേ പോകാനുള്ള ഒരു സ്ഥലമില്ല, അല്ലെങ്കിൽ എവിടെ പോകണം ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല. ദിശ അറിയാതെ ഒഴുകുന്ന ഒരു കപ്പൽ പോലെയാണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയും ആൻഡ് ലാസ്റ്റ് ഒരു എക്സസൈസ് പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ശരിക്കും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്താൽ നിങ്ങളുടെ ലൈഫിന് ഒരു ഡയറക്ഷൻ കണ്ടെത്താനായിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒറ്റയടിക്ക് ഒരു ക്ലിയർ ഡയറക്ഷൻ തരും എന്നല്ല, ബട്ട് ഡയറക്ഷൻ കണ്ടെത്താനായിട്ട് അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് റീസെറ്റ് സീരീസ് എപ്പിസോഡ് 4. പല ആളുകളും ഫെയിൽ ആവുന്നത് വലിയ സ്വപ്നങ്ങൾ കാണുന്നത് കൊണ്ടല്ല, പകരം അവർ സ്വപ്നം കാണാറേ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ലൈഫ് ഒരു ഫിക്സഡ് ലൂപ്പ് പോലെയാവും. രാവിലെ എഴുന്നേൽക്കുന്നു, വർക്ക് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു ആൻഡ് റിപ്പീറ്റ്. ആൻഡ് നിങ്ങൾ അതിൽ ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ ദെൻ നോ ഇഷ്യൂസ്. നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. നെവർ എവർ ഫർഗെറ്റ് ദാറ്റ്. ബട്ട് ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് ഗുഡ്, നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് അല്ല ഉള്ളത്, യു ഫീൽ ലൈക്ക് സംതിങ് ഈസ് ഓഫ്, സംതിങ് ഈസ് റോങ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇനിയുള്ളത് നിങ്ങൾ ഫുള്ള് കേൾക്കണം. നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും, കുറേ ആഗ്രഹിക്കും. എനിക്കത് വേണം, ഇത് വേണം, ആ കാർ വാങ്ങണം, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണം, ഇതൊക്കെ ബിൽഡ് ചെയ്യണം, അങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷേ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പറയാൻ തുടങ്ങും, മോനെ ഈ ആദ്യം നന്നായിട്ട് പഠിക്കുക, റിയലിസ്റ്റിക് ആവ്, നല്ലൊരു ജോലി വാങ്ങുക എന്നൊക്കെ. ആൻഡ് പതുക്കെ പലരും സ്വപ്നം കാണുന്നത് സ്റ്റോപ്പ് ചെയ്യും. വി സ്റ്റോപ്പ് ഡ്രീമിങ്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുകയോ ഡിസപ്പോയിൻ്റ് ചെയ്യോ എന്നൊക്കെ വിചാരിച്ചിട്ട്. സോ എൻ്റെ സ്വപ്നം എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ് ഇപ്പോൾ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് നമ്മൾ ചോദിക്കാൻ തുടങ്ങും. ബിക്കോസ് മെജോറിറ്റി ആളുകൾക്കും അവർക്ക് ലൈഫിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാനുള്ള പ്രിവിലേജ് കിട്ടിക്കൊള്ളണം എന്നില്ല. ദാറ്റ്സ് ദ റിയാലിറ്റി. സോ നമ്മളുടെ സ്വപ്നങ്ങൾ പതുക്കെ അടച്ചു വയ്ക്കാൻ തുടങ്ങും. സോ ശരിക്കും നമ്മൾ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങണം, അവർ ഓൺ ഡ്രീംസ്. പക്ഷേ സ്വപ്നം കണ്ടാൽ മാത്രം മതിയോ? നോ, വി നീഡ് ടു ബിൽഡ് എ വിഷൻ. പല ആളുകൾക്കും ലക്ഷ്യങ്ങൾ ഉണ്ടാവും. എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം, എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, എനിക്കൊരു നല്ല ജോലി വേണം, ആൻഡ് ദീസ് ആർ ഗുഡ് ഗോൾസ്. പക്ഷേ ലക്ഷ്യങ്ങൾ എപ്പോഴും നമുക്ക് ഫൈനലി എന്ത് വേണം എന്നത് മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ. പക്ഷേ വിഷൻ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ശരിക്കും എങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ടാണ് മാറുന്നത്, ഹൂ ആം ഐ ബിക്കമിങ് എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവുന്നത്. ലക്ഷ്യങ്ങൾക്ക് നമ്മളെ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ വിഷൻ ഉണ്ടാവുമ്പോൾ ലോങ് ടേമിലേക്ക് നമ്മൾ മോട്ടിവേറ്റഡ് ആവും. നിങ്ങൾ കണ്ണൊന്നടയ്ക്കാം, എന്നിട്ട് നിങ്ങളുടെ ഒരു ഐഡിയൽ ഡേ ഒന്ന് ഇമാജിൻ ചെയ്യാം. നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരിക്കണം? വെക്കേഷൻ ടൈം അല്ല കേട്ടോ, ഒരു നോർമൽ വീക്ക് ഡേ. എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത്? ആരാ നിങ്ങളുടെ കൂടെ ഉള്ളത്? എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മളുടെ വിഷൻ ബിൽഡാവുന്നത്. ആൻഡ് പിന്നെ ആളുകൾ ചെയ്യുന്നൊരു മെയിൻ മിസ്റ്റേക്ക് ഉണ്ട്, വേറെ ആരുടെയെങ്കിലും ഡ്രീംസ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ബോറോ ചെയ്യുന്നത്. ചില സമയത്ത് നമ്മളുടെ ആഗ്രഹങ്ങൾ അത് ശരിക്കും നമ്മളുടേതാവില്ല. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഏതോ ആളുടെ ലൈഫ് സ്റ്റൈലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി ആഗ്രഹിക്കുന്ന ഒരു ജോലി. അങ്ങനെ പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പല വേഷങ്ങളും നമ്മൾ കിട്ടും. മറ്റുള്ളവരുടെ മുന്നിൽ വിലയുണ്ടാവാൻ, അല്ലെങ്കിൽ അവരുടെ അപ്രൂവൽ കിട്ടാനായിട്ട്, മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ അവരെ ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ശരിക്കും നിങ്ങളുടെ ലൈഫ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നിങ്ങളെയാണ്. 1-2 തലമുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പറ്റിയൊന്നും ആർക്കും ചോദിക്കാനോ അറിയാനോ ഒന്നും ഉണ്ടാവില്ല. നമ്മളുടെ പേര് പോലും അവർക്ക് അറിയണ്ടാവില്ല. സോ നിങ്ങളുടെ ഡ്രീംസ് അത് നിങ്ങളുടേത് തന്നെയായിരിക്കണം, അല്ലാതെ വേറെ ആരുടെങ്കിലും കണ്ടിട്ടാവരുത്. യു ക്യാൻ ബി ഇൻസ്പയർഡ് ബട്ട് ഡോണ്ട് കോപ്പി. ഐ മീൻ ഡോണ്ട് ട്രൈ ടു ബി സംബഡി എൽസ്, ബി യുവർ സെൽഫ്. സോ ഒരു എക്സസൈസ് തരാം. ഇന്ന് രാത്രി നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. ഇമാജിൻ ഒരു 5 വർഷം കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിന്ന് ഇപ്പോൾ ഉള്ള നിങ്ങൾക്ക് ഒരു കത്തയക്കുകയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിലുള്ള ആ ലൈഫ് ഡിസ്ക്രൈബ് ചെയ്യാം. എവിടെയാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്? നിങ്ങളുടെ പ്രഭാതങ്ങൾ എങ്ങനെയുണ്ട്? എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഹൗ ഡു യു ഫീൽ?
നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എങ്ങനെ നിങ്ങൾ അവിടെ എത്തും എന്നൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട. ജസ്റ്റ് എ ഡെസ്റ്റിനേഷൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇറ്റ്സ് എ ഫെൻറ്റാസ്റ്റിക് എക്സസൈസ് ആൻഡ് ഡോണ്ട് സ്കിപ്പ് ഇറ്റ്. ഇന്ന് അത് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സംടൈംസ് ക്ലാരിറ്റി കംസ് വിത്ത് ഇമാജിനേഷൻ. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, അതിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ട്രൈ ചെയ്ത് നോക്കുക, ആക്ഷൻ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡയറക്ഷൻ കണ്ടെത്താനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും കുറേ പേർക്ക് ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കാറില്ല, അല്ലെങ്കിൽ അവരുടെ ഡ്രീം ലൈഫ് ബിൽഡ് ചെയ്യാൻ സാധിക്കാറില്ല. എന്തോ അവരെ പുറകോട്ട് വലിക്കുന്ന പോലെ തോന്നാറുണ്ട്. എന്തായിരിക്കും അത്? അത് മേ ബി നമ്മളുടെ ഫിയർ ആകാം, പേടിയാകാം, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു പോകാനുള്ള ഒരു മടിയായിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് ആവാം. സോ നിങ്ങളുടെ ഡ്രീം ലൈഫ് ബിൽഡ് ചെയ്യുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താണ് എന്ന് കണ്ടെത്തുകയും അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയുമാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് എപ്പിസോഡ്. ടിൽ ദെൻ, ഇറ്റ്സ് മീ രോഹിത് സൈനിങ് ഓഫ്.